ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് SLC സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫ്രഞ്ച് റെവല്യൂഷനാണ്. അപ്പോൾ എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ, അല്ലെങ്കിൽ എന്തിനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാൻസിൽ നിലനിന്നിരുന്ന രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥകൾക്കുമെതിരെ 1789 ഫ്രാൻസിൽ നടന്ന വിപ്ലവത്തിനെയാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം അഥവാ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ്. ഫ്രഞ്ച് സൊസൈറ്റീനെ പ്രധാനമായും 3 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിരുന്നു. ഓരോ ക്ലാസ്സിനെയും നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നു? ഓരോ എസ്റ്റേറ്റുകൾ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ പ്രധാനമായും 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജിയാണ് ഫസ്റ്റ് എസ്റ്റേറ്റ്. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നൊബിലിറ്റി. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ്? മിഡിൽ ക്ലാസ്. ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ് തുടങ്ങിയ മിഡിൽ ക്ലാസ്സും ഫാമേഴ്സും ഇൻക്ലൂഡ് ചെയ്തെന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എസ്റ്റേറ്റ് ആയിട്ടുള്ള ക്ലർജി നോക്കാം. ക്ലർജിയിൽ പ്രധാനമായിട്ട് 4 പോയിന്റുകളാണ് നിങ്ങൾക്ക് ടെസ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പം ആദ്യത്തെ പോയിന്റ് എന്താണ്? ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. എന്ത് ചെയ്തിരുന്നു? ധാരാളം ഭൂപ്രദേശങ്ങൾ എന്ത് ചെയ്തിരുന്നു? കയ്യിൽ വെച്ചിരുന്നു. അടുത്തതായിട്ട് എന്താണ്? കളക്റ്റഡ് ദ ടാക്സ് കോൾഡ് തിത്തേ ഫ്രം ദ ഫാമേഴ്സ്. കർഷകരിൽ നിന്നും തിത്തേ എന്ന് പറഞ്ഞിരുന്ന ഒരു നികുതി ഈ ക്ലർജി പിരിച്ചിരുന്നു. അടുത്തതായിട്ട് എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അവർ യാതൊരു നികുതിയും അടച്ചിരുന്നില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു? കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി സർവീസസ്. അഡ്മിനിസ്ട്രേഷനിലും മിലിറ്ററിയിലും ഉന്നത സ്ഥാനങ്ങളായിരുന്നു ആര് വഹിച്ചിരുന്നത്? ഈ ക്ലർജി എന്ന് പറഞ്ഞ വിഭാഗം വഹിച്ചിരുന്നത്. ക്ലർജി എന്ന് പറഞ്ഞാൽ ആരാണ്? പുരോഹിതന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 4 പോയിന്റാണ് ഇവരുടെ പഠിക്കാനുള്ളത്. ധാരാളം ഭൂപ്രദേശങ്ങൾ കയ്യിൽ വെച്ചിരുന്നു. കർഷകരിൽ നിന്ന് തിഥ എന്ന് പറയുന്ന ഒരു ടാക്സ് പിരിച്ചിരുന്നു. യാതൊരു നികുതിയും അവർ അടച്ചിരുന്നില്ല. ഭരണത്തിലും സൈന്യത്തിലും ഉന്നത പദവികൾ വഹിച്ചിരുന്നു. അടുത്തതായിട്ട് സെക്കൻഡ് എസ്റ്റേറ്റ് ആയിട്ടുള്ള നൊബിലിറ്റിയെ കുറിച്ച് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എസ്റ്റേറ്റ് ആരാണ്? പ്രഭുക്കന്മാരാണ്. പ്രഭുക്കന്മാരെ കുറിച്ച് നമുക്ക് എന്താണ്? ഒരു 6 പോയിന്റ് പഠിക്കാനായിട്ടുണ്ട്. എന്താണ്? എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്. സൈനിക സേവനമായിരുന്നു അവർ നടത്തിയിരുന്നത്. കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാമേഴ്സ്. കർഷകരിൽ നിന്ന് വിവിധ ഇനം നികുതികൾ അവർ പിരിച്ചിരുന്നു. മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്. എന്ത് ചെയ്യുന്നുണ്ട്? ഫാമേഴ്സിനെ വേതനമില്ലാതെ ജോലി എടുപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെയും എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. യാതൊരു നികുതിയും അവരും അടച്ചിരുന്നില്ല. എല്ലാ നികുതികളിൽ നിന്നും അവരെയും ഒഴിവാക്കിയിരുന്നു. ലെറ്റ് ലക്ഷോറിയസ് ലൈഫ്. ആഡംബരപൂർണമായ ജീവിതമായിരുന്നു ആര് നയിച്ചിരുന്നത്? ഈ നോബിൾസ് നയിച്ചിരുന്നത്. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. നമ്മുടെ ക്ലർജിയെ പോലെ തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥലം ആരും കയ്യിൽ വെച്ചിരുന്നു? നമ്മുടെ നോബിള് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സെക്കൻഡ് എസ്റ്റേറ്റ് ആയിട്ട് നൊബിലിറ്റിയുടെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്? സൈനിക സേവനം നടത്തിയിരുന്നു. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിരുന്നു. വേതനമില്ലാതെ എന്ത് ചെയ്തു? കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഒരു നികുതിയും തന്നെ അവർ അടച്ചിരുന്നില്ല. ആഡംബരപൂർണമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. വിശാലമായ ഭൂപ്രദേശം അവരെന്ത് ചെയ്തിരുന്നു? കൈവശം വെച്ചിരുന്നു. അടുത്തതായിട്ടെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് എസ്റ്റേറ്റ് ആയിട്ടുള്ള തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റിൽ ആരൊക്കെയായിരുന്നു ഇൻക്ലൂഡ് ആയിരുന്നത്? മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. അവരോടൊപ്പം തന്നെ ആരും ഇൻക്ലൂഡ് ചെയ്തിരുന്നു? ഫാമേഴ്സും ക്രാഫ്റ്റ്മാൻസും. അതായത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്തിരുന്നു? തേർഡ് എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. തേർഡ് എസ്റ്റേറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർക്ക് നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷനിൽ യാതൊരു പങ്കും അവർക്കില്ലായിരുന്നു. പെയ്ഡ് ലാൻഡ് ടാക്സ് നൈംലി തേയിലി ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എന്ത് ചെയ്തു? തേയില എന്ന് പറയുന്ന ഒരു ടാക്സ്, ഒരു ലാൻഡ് ടാക്സ് ആരടച്ചിരുന്നു? ഈ തേർഡ് എസ്റ്റേറ്റ് അടച്ചിരുന്നു. അതിന് പുറമെ തന്നെ അവരെന്ത് ചെയ്യുന്നു? പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്. നോബിൾസിനും ക്ലർജിക്കും എന്ത് ചെയ്യുന്നു? ടാക്സ് അടച്ചിരുന്നു. ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നതിന് പുറമെ അവരെന്ത് ചെയ്തിരുന്നു? ക്ലർജിക്കും നോബിൾസിനും അവർ ടാക്സ് അടച്ചിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു? വളരെ ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? തേർഡ് എസ്റ്റേറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട 4 പോയിന്റ്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസിനെയും കുറിച്ചാണ്. ഒരു ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തെ കുറച്ച് തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസിനെയും കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് പറയുന്നത് ആരാണ്? വോൾട്ടയറിനെ കുറിച്ചിട്ടാണ്. വോൾട്ടയർ പറഞ്ഞ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ക്ലർജിയുടെ എക്സ്പ്ലോയിറ്റേഷനെതിരെ സംസാരിച്ചിരുന്നു. ക്ലർജിമാരുടെ ചൂഷണത്തിനെതിരെ. അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു? റാഷണൽ തിങ്കിങ്ങും ഇക്വാളിറ്റിയും ഹ്യൂമാനിസവും പ്രൊമോട്ട് ചെയ്തിരുന്നു. ഏതൊക്കെ? റാഷണൽ തിങ്കിങ്, ഇക്വാളിറ്റി, ഹ്യൂമാനിസം എന്നിവ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തത് ആരാണ്? വോൾട്ടയർ ആണ്. അടുത്തതായിട്ട് പഠിക്കാനുള്ള ആരെയാണ്? റൂസോനെയാണ്.
അപ്പോൾ റൂസോയുടെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീ ഈസ് ഇൻ ചെയിൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആരാണ്? റൂസോ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു? ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവർജിൻ. സോ പീപ്പിൾ ആണ് ഇവിടുത്തെ സോവർജിൻ എന്ന് ഡിക്ലെയർ ചെയ്തതും ആര് തന്നെയാണ്? റൂസോ തന്നെയാണ്. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് പറയുന്ന ആരാണ്? മൊണ്ടസ്ക്യോ കുറിച്ചിട്ടാണ്. മൊണ്ടസ്ക്യോ എന്തൊക്കെയാണ് പറഞ്ഞത്? റിപ്പബ്ലിക്കും ഡെമോക്രസിയെ എൻകറേജ് ചെയ്തു. റിപ്പബ്ലിക്കും ഡെമോക്രസിയെയും എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് 3ആയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്തൊക്കെയായിട്ട്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നും സജസ്റ്റ് ചെയ്ത ആരാണ്? മൊണ്ടസ്ക്യോ ആണ്. നമ്മുടെ 3 എസ്റ്റേറ്റ് ഉള്ളതിൽ ആദ്യത്തെ 2 എസ്റ്റേറ്റ് അഥവാ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളത് രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? വളരെ ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു നയിച്ചിരുന്നത്. അതേപോലെ തന്നെ രാജാക്കളും ക്ലർജിയും നോബിൾസും ഒക്കെ വളരെ ലക്ഷോറിയസ് ലൈഫായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം ദൂർത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഇതേ കാലഘട്ടത്ത് നമ്മുടെ ഫ്രാൻസിൽ എന്ത് വരികയാണ്? വരൾച്ചയും അതുമൂലം എന്ത് വരികയാണ്? കൃഷിനാശമൊക്കെ വരികയാണ്. ഇതോടുകൂടി എന്ത് ചെയ്തു? ഫ്രാൻസ് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോവുകയാണ്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയത് എന്താണ്? നമ്മുടെ അമേരിക്കൻ കോളനീസിന് കൊടുത്തിരുന്ന ഫിനാൻഷ്യൽ ആയിട്ട് മിലിറ്ററി ആയിട്ടുള്ള സപ്പോർട്ടായിരുന്നു. എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്രാൻസ് എന്ത് ചെയ്തിരുന്നു? അമേരിക്കൻ കോളനീസിന് എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തികമായും സൈനികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അതും ഫ്രാൻസിന് വലിയൊരു എന്ത് ചെയ്തു? ബാധ്യത വരുത്തി വെക്കുകയും ഫ്രാൻസ് വലിയൊരു എന്ത് ചെയ്യുന്നുണ്ട്? കടത്തിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ പൈസ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? അന്നത്തെ രാജാവായിരുന്ന ലൂയി 16 എന്ത് ചെയ്തു? ജനങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അധിക നികുതി, അതായത് പുതിയൊരു നികുതികൾ ചുമത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി എന്ത് ചെയ്തു? ലൂയിസ് 16 1789 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയാണ് ഉണ്ടായത്. എന്താണ് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്? അത് ഈ 3 എസ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1789 വിളിച്ചു ചേർത്തിരുന്നത്. അപ്പം ഈ 3 എസ്റ്റേറ്റിനെയും എന്ത് ചെയ്തിരുന്നു? ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വീതമാണ് ഉണ്ടായിരുന്നത്. 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ള നിലയിലായിരുന്നു അവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണ്? ഇതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചർച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ തന്നെ എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്തില്ല? നടന്നില്ല. ആദ്യത്തെ 2 എസ്റ്റേറ്റിൻ്റെയും അവർ ഒരുമിച്ച് ചേർന്ന് ഒത്തുചേർന്ന് 2 വോട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂന്നാമത്തെ എസ്റ്റേറ്റിനെ എപ്പോഴും പരാജയപ്പെടുത്തിയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റ് പുതിയ ഒരു ആവശ്യവുമായിട്ട് വന്നത് എന്താണ്? ഓരോ വ്യക്തികൾക്കും, നമ്മുടെ സ്റ്റേറ്റ് ജനറലിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരണമെന്ന് ആര് വാദിച്ചു? തേർഡ് എസ്റ്റേറ്റുള്ളവർ വാദിച്ചു. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഏകദേശം 285, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റ് എന്ത് വാദിച്ചു? ഓരോരുത്തർക്കും, ഈ പറഞ്ഞ ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യത്തെ, ഒന്നാമത്തെ, രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്തു? ഇതിനെ ശക്തമായി എതിർത്തു. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? തേർഡ് എസ്റ്റേറ്റിന് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1789 എന്ത് ചെയ്യുന്നുണ്ട്? മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? തങ്ങൾ സ്വയം ഒരു ദേശീയ അസംബ്ലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രഖ്യാപിക്കുകയും തുടർന്ന് തൊട്ടടുത്തുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഫ്രാൻസിന് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാകുന്നത് വരെ അവരവിടെ നിന്ന് പിരിഞ്ഞു പോവുകയില്ല എന്ന് സത്യപ്രതിജ്ഞ എടുക്കുകയാണ് ഇവിടെ വെച്ച്, ആ ഒരു ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്നറിയപ്പെട്ടു? ടെന്നീസ് കോർട്ട് ഓത്ത് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ടെന്നീസ് കോർട്ട് ഓത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. 1789 മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്തു? ദേശീയ അസംബ്ലി എന്ന് സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? പ്രഖ്യാപിക്കുകയും തുടർന്ന് എന്ത് ചെയ്തു? അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ചെയ്തു. ഫ്രാൻസിന് എന്താണ്? ഒരു ഭരണഘടന ഉണ്ടാവുന്നത് വരെ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നെന്ത് ചെയ്തു? അവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? കോർട്ട് ഓത്ത് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്കി ഇവൻറ്റ്സ് നമുക്ക് നോക്കാം. അടുത്തായിട്ട് പറയുന്ന 1789 ജൂലൈ 14 നടന്ന ബാസ്റ്റൈൻ ജയിൽ പതനമാണ്.
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് എന്ന് പറയുന്നത് ബാസ്റ്റൻ ജയിൽ എന്ന് പറയുന്നത്. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായാണ് കണക്കാക്കുന്നത്. ഈ ബാസ്റ്റൻ ജയിൽ പതനത്തിന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം അതേ വർഷം തന്നെ ആഗസ്റ്റ് 12-ാം തീയതി എന്ത് ചെയ്തു? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. എന്താണ്? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ത് ചെയ്യുന്നു? അന്ന് അവിടുത്തെ ദേശീയ അസംബ്ലി പാസാക്കി. അതിനുശേഷം 1789 ഒക്ടോബർ എന്ത് ചെയ്തു? പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗീവ് us ബ്രെഡ് എന്ന് പറയുന്ന സ്ലോഗൻ മുഴക്കിക്കൊണ്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാർച്ച് നടത്തി. ഇന്ന് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു? ഗീവ് us ബ്രെഡ് എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വേഴ്സായ് കൊട്ടാരത്തിലോട്ട് ഒരു മാർച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം 1792 സെപ്റ്റംബറിലാണ് ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ദേശീയ കൺവെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുക ഉണ്ടായി. അടുത്തതായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻസ് ബാക്കി നേഷൻസിനെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിച്ചത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് തന്നെ എന്താണ്? ലോകത്ത് അതിനുശേഷം നടന്ന എല്ലാ വിപ്ലവങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രഞ്ച് റവല്യൂഷൻ ഒരു ഇൻഫ്ലുവൻസ് ആയി മാറി. അതേപോലെ തന്നെ എന്ത് ചെയ്തു? യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥകൾക്ക് അന്ത്യം കുറിക്കുകയുണ്ടായി. രാജ്യമെന്നാൽ ഒരു പ്രദേശമല്ല, ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷനിലൂടെയാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചതും ഫ്രഞ്ച് റവല്യൂഷനാണ്. ദേശീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അഥവാ നാഷണലിസം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയതും എന്താണ്? ഈ ഫ്രഞ്ച് റവല്യൂഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ മധ്യവർഗത്തിന്റെ മിഡിൽ ക്ലാസിന്റെ വളർച്ചയ്ക്കും എന്ത് ചെയ്തു? ഈ ഫ്രഞ്ച് റവല്യൂഷൻ സഹായകരമായി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്തത് ഏതാണ്? നമ്മുടെ ഈ ഫ്രഞ്ച് റവല്യൂഷനാണ്. ഇക്വാലിറ്റി, ലിബർട്ടി, ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്തത് ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷനാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.